നാളികേരത്തിന്റെ നാട്ടിലെ ഇപ്പൊ ശരിയായി. അപ്പൊ നിങ്ങക്ക് മോട്ടർ നേരാക്കാനും വെക്കോ? പിന്നെന്താ? അപ്പൊ ഗൾഫിൽ നിങ്ങക്ക് ഇലക്ട്രിക്കലിന്റെ പണിയെന്നല്ലേ? അവിടെ എനിക്ക് ഹൗസ് ഡ്രൈവറെ പണിയല്ലേ. പണ്ട് എനിക്ക് ഇവിടെ ഡ്രൈവിങ്ങിന്റെ പണി മാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണ് സൗദിയിൽ നിന്ന് ഒരു ഹൗസ് ഡ്രൈവറെ വിസ വന്നത്. ഇപ്പൊ എനിക്ക് വയറിങ്, പ്ലംബിങ്, തേപ്പ്, കൽപ്പണി, വർക്ക്ഷോപ്പ് പണി, മരപ്പണി വരെ ഞാൻ പഠിച്ചോടാ. അറബിന്റെ ഈത്തപ്പന്റെ മോൾക്ക് കയറ്റിയില്ലേ. ഓൾക്ക് ഇപ്പൊ ഒരു വീട്ടു ജോലിക്കാരനെ ആവശ്യം. അല്ല, ഡ്രൈവിംഗ് ഒക്കെ ഓൾക്ക് അറിയാലോ. വീട്ടു ജോലിക്ക് പറഞ്ഞാൽ ഇവിടുന്ന് ആരും കയറി പോവില്ല. അപ്പൊ ഓലൊരു അടവാണ് ഡ്രൈവർ വിസ എന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനൊന്നും ഒഴിവുണ്ടാവില്ല. അവിടെ ചെന്ന് മുറ്റടിച്ചാൽ പിന്നെ പാത്രം കഴുകണം. സത്യം പറഞ്ഞാൽ നമ്മള് സകലകല പല്ലവനാവും അവിടെ ചെന്നാല്. എന്നാലെന്താ നിങ്ങക്ക് പണിയെടുക്കണതിനനുസരിച്ചിട്ട് ശമ്പളം കിട്ടൂലേ? അത്രയൊന്നും ഇല്ലടാ. ആകെ 1200 റുപ്യ ശമ്പളം കിട്ടുന്നത്. പക്ഷെ നാട്ടുകാരെ വിചാരം ഞാൻ ഗൾഫ് വരുന്നല്ലേ, എന്തെങ്കിലും പൂത്ത പണുണ്ടാവുന്ന ആരെ വിചാരം. ഇത്രയും കാലം പണിയെടുത്തിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. മിക്ക പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ചിലർ നല്ലപ്പം കാലത്ത് പണിയെടുത്തിട്ട് അവിടെ തന്നെ മരിക്കും. ചിലർ നാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് രോഗം വന്നിട്ട് മരിക്കും.